തൃശൂർ വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് AI സാങ്കേതികവിദ്യയും അറിവും എന്ന വിഷയത്തിൽ ഡോക്ടർ പി സോമനാഥൻ മാസ്റ്റർ നമ്മളോട് സംസാരിക്കും. ദീർഘകാലം അധ്യാപകനായി ജോലി ചെയ്ത നിരവധി പുസ്തകങ്ങൾ എഴുതിയ അദ്ദേഹം കോഴിക്കോട് സർവകലാശാല മലയാള കേരള പഠന വിഭാഗത്തിലെ റിട്ടയർ പ്രൊഫസറാണ്. ഭാഷാ സാഹിത്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ഡോക്ടർ പി സോമനാഥൻ്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. AI സാങ്കേതികവിദ്യയും അറിവും. സുഹൃത്തുക്കളെ, വിവരം വിരൽത്തുമ്പിൽ എന്നത് ഇൻ്റർനെറ്റ് പ്രചാരത്തിൽ വരുമ്പോൾ കേരളത്തിലെമ്പാടും പരന്ന ഒരു മുദ്രാവാക്യമാണ്. എല്ലാ വിവരങ്ങളും വിജ്ഞാന ശാഖകളെക്കുറിച്ചുള്ള അറിവുകളും നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിൽ ലഭിക്കും എന്നായിരുന്നു അതിൻ്റെ വിവക്ഷ. അതിൽ നിന്നും നാം മുന്നേറി ഇപ്പോൾ AI കാലത്താണ് ജീവിക്കുന്നത്. അവിടെ വിവരം വിരൽത്തുമ്പിൽ എന്നത് കൂടുതൽ മൂർത്തമായ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. എന്നാൽ വിവരം വിരൽത്തുമ്പിൽ എന്ന പോലെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ പഠനത്തെ അതെങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പറയുന്നതെല്ലാം വിശ്വസിക്കുകയും അതെല്ലാം ഹൃദിസ്ഥമാക്കുകയും അതെല്ലാം ശരിയാണെന്ന് മാത്രം വിചാരിക്കുകയും ചെയ്യുന്ന ഒരു പഠന രീതിയിൽ നിന്ന് നാം മുന്നോട്ട് പോകണം എന്നുകൂടിയാണ് വിവരം വിരൽത്തുമ്പിൽ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഒരർത്ഥം. കേൾക്കുന്നതൊക്കെയും ശരിയാണോ, അല്ലെങ്കിൽ AI പറയുന്നതൊക്കെയും ശരിയാണോ എന്ന് സദാസമയവും ജാഗ്രതയോടെ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അസൈൻമെൻ്റ് ആയാലും സെമിനാർ പേപ്പറായാലും ഡെസിറ്റേഷൻ വരെ ആയാലും എല്ലാം നിമിഷങ്ങൾക്കകം AI തരുന്നു എന്നുള്ളത് ഇന്ന് നടപ്പിലായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇൻ്റർനെറ്റിൽ നമ്മൾ പരതുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയത് എന്ന ആ സോഴ്സിൽ പോയിട്ടാണ് നമ്മൾ വിവരം ശേഖരിക്കുന്നത്. ChatGPT പോലെയുള്ള AI ഡിവൈസുകളിൽ ഏത് സോഴ്സിൽ നിന്നാണ് ഈ വിവരങ്ങൾ വരുന്നത് എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ആധികാരിക സോഴ്സിൽ നിന്ന് തന്നെയാണോ ഈ വിവരങ്ങൾ ഉണ്ടായി വരുന്നത് എന്നും നമുക്കറിയില്ല. കിട്ടിയ വിവരങ്ങൾ പലതരത്തിൽ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണോ എന്നത് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേൾക്കുന്നതെല്ലാം പഠിക്കുകയല്ല, മറിച്ച് ആവശ്യമുള്ളത് കൃത്യമായി എങ്ങനെ ഒരു യന്ത്രത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനാകും എന്നുള്ള ഒരു പരിശീലനമാണ് ഇതിനകത്ത് പ്രധാനം. പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയോടെ തീരുന്നതാണ്. അതേസമയം ഒരു അറിവ് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് പരീക്ഷ കഴിഞ്ഞും ആവശ്യമുള്ള ഒന്നാണ്. അത്തരം ഘട്ടങ്ങളിൽ ഈ വിവരങ്ങൾ നമ്മളെ കബളിപ്പിക്കുന്നതായിരുന്നോ എന്നുള്ള പ്രശ്നം ഒരുപക്ഷെ നാം അല്ലാതെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞെന്നിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ ഒരുപക്ഷെ വിദ്യാഭ്യാസം എന്നുള്ളത് കൂടുതൽ ജാഗ്രതയോടെ ചെയ്യേണ്ടുന്ന ഒന്നായി പുതിയ കാലം മാറ്റിയിരിക്കുന്നു. പുതിയ കാലത്ത് ഓരോ വിവരത്തെയും മറ്റ് വിവരങ്ങളുമായി തട്ടിച്ചു നോക്കുകയും അതിൻ്റെ യുക്തി പരിശോധിക്കുകയും അതിൻ്റെ യഥാർത്ഥ സോഴ്സ് എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുകയും വേണം. അത്തരം ഒറിജിനൽ സോഴ്സുകളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ChatGPTയിൽ മാത്രം അല്ലെങ്കിൽ AIയിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ഒരു വിദ്യാർത്ഥിക്ക് മുന്നേറാൻ കഴിയില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പരീക്ഷ എഴുതുക എന്നുള്ളതല്ലല്ലോ. ആ അറിവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള വഴികൾ അതൊരു പക്ഷേ കൂടുതൽ ആളുകളെ ബാധിക്കുന്നതായിരിക്കും. അത്തരം ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ, കൂടുതൽ സൂക്ഷ്മതയോടെ, അതിനേക്കാളേറെ കൂടുതൽ വിമർശന ബുദ്ധിയോടെ പരിശോധിക്കേണ്ടതാണ് AI കാലത്തെ വിദ്യാഭ്യാസം. അതിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഇനി സാധ്യമാവുകയില്ല. പകരം അതിന് സംശയത്തോടെയും
അതിൻ്റെ കൃത്യതയോടെയും കണ്ടെത്താനുള്ള വഴികൾ ആരായുക എന്നുള്ളത് AI കാലത്തെ വിദ്യ നേടുന്നതിൽ വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ ഇന്ന് കാണുന്ന എസ്റ്റാബ്ലിഷ്ഡായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ നിലനിന്നു എന്ന് വരില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം വിദ്യയും വിദ്യാഭ്യാസവും അവസാനിക്കുന്നു എന്നല്ല. നോൺ ഫോർമലായ മറ്റു മാർഗങ്ങളിലൂടെ വിദ്യ നേടുന്ന സമ്പ്രദായവും വിദ്യ നേടുന്ന രീതിയും ഒക്കെ പുരോഗമിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ എല്ലാ കലാലയങ്ങളും അടച്ചുപോയാലും വിദ്യ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഇന്നുള്ള ചാലഞ്ച് അയാൾക്ക് യഥാർത്ഥ വിദ്യ നേടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ആ അർത്ഥത്തിൽ AI കാലം ഒരുപാട് വിവരങ്ങൾ നമുക്ക് ചുറ്റും വിരൽത്തുമ്പിൽ തരുന്ന കാലമാണ്. അതോടൊപ്പം അതോരോന്നും ജാഗ്രതയോടെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നാം സ്വയം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.